എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി നീട്ടിട്ടില്ല കേട്ടോ, നീക്കാൻ പറഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ട് വരലും ഒന്ന് ഇങ്ങോട്ട് വരലും അങ്ങനെ കിടക്കുകയാണ്. വെള്ളിയാഴ്ചയാണ്, നേരത്തെ സ്കൂളിൽ പോകണം. ഇപ്പം കുറേ നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ നേരം 7 മണിയായി. നേരം വരാ വിളിത്തു. ഞാൻ നീട്ട് ചായ ഉണ്ടാക്കി, മാവുണ്ടാക്കി, ചായ അത് ഉരുളൻകിഴങ്ങ് കറി വെച്ച് കൊടുക്കണം പറഞ്ഞു. കറി വെച്ചു, ഉപ്പുമാവുണ്ടാക്കി, പച്ചരിയും കൊണ്ട് കട്ടൻ ചായ ഇതിലുണ്ട്. പിന്നെ ശ്രീലക്ഷ്മിക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം, എനിക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ആക്കി. പിന്നെ ഞങ്ങൾ അടുക്കളേൻ്റെ അവസ്ഥയാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലെ പോലെ ഒന്നല്ല, അങ്ങനത്തെ ഒന്നും അടുക്കള ഉണ്ടാവില്ല. പണ്ട് 95-96 കാലഘട്ടത്തിലെ വീതന് അടുപ്പൊക്കെയാണ്. അമ്മേനും പോയതിന് ശേഷം അടുപ്പ് കത്തിക്കലില്ല. ഞങ്ങൾ വന്ന കറണ്ട് അടുപ്പുമ്മൽ ഞങ്ങൾക്ക് കുറച്ച് വച്ചാൽ പോരെ, അപ്പം ഞങ്ങൾ കറണ്ട് അടുപ്പുമ്മൽ വയ്ക്കും. സ്റ്റോർ റൂമാണ്. അവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. പാത്രങ്ങളാണ്. പിന്നെ ഗ്യാസ് അടുപ്പാണ്, ഒക്കെ മൂടിയിട്ടതാണ്. അനിയൻ പോയ പിന്നെ ഗ്യാസും വേണ്ട, ഒന്നും വേണ്ട. വാട്ടർ ടാങ്കാണ്. മുർക്കനാടിൻ്റെ വെള്ളമൊന്നും വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ 3 ടാങ്കാണുള്ളത്. ഒന്ന് ഇനിയും വാങ്ങിയത്, 2 അച്ഛൻ വാങ്ങിയതാണ്. ശ്രീലക്ഷ്മീൻ്റെ ബാഗ്, 2 ബാഗ് ഉണ്ടായാലും ഒന്ന് വലിയ ചേച്ചീൻ്റെ കുട്ടികൾ വാങ്ങിക്കൊടുത്താണ്. അത് കഴുകിയിട്ടേക്കാണ്. പിന്നെ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് റബ്ബറും തോട്ടമുണ്ട്. ഈ തോട്ടത്തിൽ കൂടെയാണ് ഞങ്ങൾ വരിക. ആ തോട്ടത്തിൻ്റെ സൈഡിലായിട്ടൊരു കോറിയുണ്ട്. ഞങ്ങൾ അതിലാണത്. വീടിൻ്റെ പുറകുവശത്തേക്ക് പോണ വഴിയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കാണുന്നത് മുട്ടപ്പഴം, പ്ലാവ്, സപ്പോട്ട ഒക്കെ നിൽക്കുകയാണ്. ഞങ്ങളുടെ അമ്മ മൺകുടുക്കയിൽ ചോറ് വയ്ക്കണം പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയതാണ്. അതൊക്കെ പൊട്ടി. പിന്നെ അങ്ങനെയൊക്കെയാണ്. വീടിൻ്റെ ആഘോഷം കാണിച്ചു തരാം. ഞാൻ എന്നും രാവിലെ വിളക്ക് വയ്ക്കുന്ന സ്ഥലമാണ്. അച്ഛൻ്റെ നോട്ട് വെച്ച് അച്ഛനൊന്നുമില്ല. അച്ഛനെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അവസ്ഥ അങ്ങനെയാവില്ല. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ വീടിൻ്റെ ആക്കാം. വീടിൻ്റെ അകത്തൊരു കക്കൂസുണ്ട്. അത് പാലിയേറ്റീവിൻ്റെ ആൾക്കാരുണ്ടാക്കി കൊടുത്താണ്, അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ട്. പിന്നെ റൂമൊക്കെ ആകെ സാധനങ്ങളും എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. പിന്നെ കാണുന്നുണ്ടോയെന്നറിയില്ല,